വെൽക്കം ബാക്ക്. ஓடி சந்திர உண்டு நள்ளிரவு விடியும் மட்டும் கிட்ட வந்து மிஞ்சிரனே உன்னை தொட்டு கொஞ்சிரனே என்ன விட்டு வேலை ஆத்தி எத்தனை மச்சம் தேடி முத்துற வச்சோம் ஆசை கத்துற லைன் கட் ഗായ്സ് അങ്ങനെ നമുക്ക് ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇത് ഡേ 2 ഓഗസ്റ്റ് 2 ആൻഡ് ദിസ് ഈസ് മൈ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഐ തിങ്ക് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ ഈ ഡ്രസ്സ് കണ്ടിട്ടുണ്ടാകും. അപ്പോൾ എനിവേ, ഇപ്പം ഇന്ന് നമുക്ക് പരിപാടീസ് കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് നാളെയാണ് നമ്മുടെ പരിപാടി വരുന്നത്. വൺ ആക്ട് ലൈൻ ഓഗസ്റ്റ് 3 സൺഡേ ആണ്. അപ്പം ഞാൻ റെഡിയായി, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. അങ്ങനെ പക്ഷെ ഇവിടെ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ, ഒരു തണുപ്പ് ക്ലൈമറ്റാണ് കോയമ്പത്തൂർ ഇപ്പോൾ. ആൻഡ് യാ, വി ആർ ഗോയിങ് ടു ഹാവ് ദ ഫുഡ്. അപ്പം അത്രേ ഉള്ളൂ, നമുക്ക് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം ഗൈസ്. കമാ. ഇപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം. ദിസ് ഇസ് രാജലക്ഷ്മി, ദിസ് ഇസ് മീക്ക. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നമുക്ക് ഇഡ്ഡലിയും സാമ്പാറും ചട്നിയൊക്കെ ആയിരുന്നേ. അപ്പോൾ അത് കഴിക്കാൻ പോണ വഴിയാണ്. ഈ ക്യാമ്പസ് ഫുള്ളി ഒരു ഗ്രീനറി ആണ്, നല്ല രസമാണ്. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. വി ആർ ഗോയിങ് ടു എവിടെ രജിസ്റ്റർ ചെയ്യണം. പക്ഷെ ഇവിടെ കൊള്ള, ഇവിടെ ഫുൾ ഒരു ഗ്രീനറി ആണ് അല്ലേ, ഒരു നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണ്. ഫുൾ മരങ്ങളൊക്കെ ആയിട്ട് കൊള്ളാം. ബാക്കിൽ ഗായ്സ് നമുക്ക് കാണാൻ പറ്റുമെന്ന് അറിയില്ല, ഒരു മല ആൻഡ് കോട. നോക്കട മോനെ, എന്ത് രസമാണ് സീൻ. കോടയൊക്കെ ആയിട്ട് നമ്മൾ ആ മല ശരിക്കും കാണുന്നില്ല. ലൈക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു വലിയ മലയുണ്ട്, രസമാണ്. ഇതാണ് നമ്മുടെ കോയമ്പത്തൂർ ക്യാമ്പസിൻ്റെ എൻട്രൻസ്. അപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എല്ലാം ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. സ്വിമ്മിംഗ് പൂള്, ഇവിടുത്തെ ഒരു ഡിജിറ്റൽ ലൈബ്രറി തന്നെ ഭയങ്കര വലുതാണ്, പക്ഷെ അതൊന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടുത്തെ നേച്ചറൊക്കെ കണ്ടിരിക്കാൻ തന്നെ നല്ല രസമാണ്. ലൈക്ക് ഒരു ട്രിപ്പ് വന്ന മൂടായിരുന്നു ശരിക്കും ഞങ്ങൾ ഈ ക്യാമ്പസിൽ കയറിയപ്പോൾ. ഇവിടെ നിന്ന് എവിടെ തിരിഞ്ഞാലും ഒരു ഫോട്ടോ ഫ്രെയിമെങ്കിലും ഉണ്ടാവും കേട്ടോ. എങ്ങോട്ട് നോക്കിയാലും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സീനറിയാണ് നമ്മൾ കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് പോലെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ താഴെ ഇതുപോലെ ആമ്പലൊക്കെ ഇട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവിടെ കാണാൻ. ശരിക്കും പറഞ്ഞാൽ ഇതിൽ നിങ്ങൾ വിഷ്വലി കാണുന്നേക്കാളും നിങ്ങൾ അവിടെ പോയി കഴിഞ്ഞാൽ രസമാണ് കേട്ടോ. ഗൈസ്, നിങ്ങൾക്കൊരു കിഡിലൻ സ്പോട്ട് കാണിച്ചു തരാം ഞാൻ. ഇവിടുത്തെ നല്ല രസമുണ്ട്, നല്ല വ്യൂ, ഒരു അടിപൊളി വ്യൂ കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയുണ്ട്? കൊള്ളാല്ലേ? അത് എനിക്കിഷ്ടപ്പെട്ടടാ, സൂപ്പർ. ലൈക്ക് എന്താ പറയുക, നമ്മളൊരു രസമാണ് ഇത് കണ്ടിരിക്കാൻ തന്നെ. അപ്പോൾ ഇത് അവിടുത്തെ ഗ്രൗണ്ടാണ്, ഭയങ്കര വലിയ ഗ്രൗണ്ടാണ്. എവിടെ തിരിഞ്ഞാലും ട്രീസും നേച്ചറൊക്കെ ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാമ്പസാണിത്. നമ്മുടെ ഇവൻ്റ് നാളെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ തിരിഞ്ഞ് കറങ്ങി നടന്നു. ദെൻ നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ പോവുക. സത്യം പറഞ്ഞാൽ എനിക്ക് അത്ര വിശക്കുന്നില്ല, പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് എന്താണെന്ന് വെച്ചാൽ ട്രൈ ചെയ്യാം. ഹലോ, സോ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. നമ്മൾ ഇവിടുത്തെ മെസ്സിൽ നിന്നുള്ള ഫുഡ് കഴിച്ചില്ല, ബട്ട് നമ്മൾ ക്യാൻറ്റീൻ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. ചേച്ചി പറഞ്ഞു ഇവിടുത്തെ ബിരിയാണിയൊക്കെ അടിപൊളിയാണ്. ഞാനല്ലേ പറഞ്ഞു, സായിയുടെ ഫ്രണ്ട് ഞങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തു ഇവിടുത്തെ ബിരിയാണി അടിപൊളിയാണ്. ബട്ട് ഞാൻ വെജാണ് ഗൈസ്, ബിക്കോസ് ബസ് വേണ്ട. ഐ എം ആക്ച്വലി ഗോയിങ് ടു കഴിക്കാൻ പോകുന്നത് സം വെജിറ്റബിൾ ഫുഡ്. ഐ ഡോണ്ട് നോ എന്താണ്. എനിക്ക് പക്ഷെ അത്ര ഹംഗ്രി ഇല്ല, വിശക്കുന്നില്ല. ഹംഗ്രി ഇല്ല, നോ നോ നോ. ചേച്ചിക്ക് നല്ല വിശക്കുന്നുണ്ടോ? ഉണ്ട്. മേഘയ്ക്ക് വിശക്കുന്നുണ്ടോ? മിലാനിക്ക് വലിയ വയറാണല്ലേ, എത്ര വേണമെങ്കിലും ഫില്ലായിക്കോളും. ഗൈസ്, അങ്ങനെ നമ്മൾ മെസ്സെത്തിയുണ്ട്, ഇത് നമുക്ക് കഴിക്കാം. ആൻഡ് യാ, ദാറ്റ്സ് ഇറ്റ്. എങ്ങനെയുണ്ട് നൂഡിൽസ്, എഗ് നൂഡിൽസ്? എങ്ങനെയുണ്ട് മിലാന? എഗ് നല്ല ഇഷ്ടപ്പെട്ടു. ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് സമാധാനിച്ച് നമുക്കതവിടെ ഇരുന്ന് കഴിക്കാം. അപ്പം ഞാൻ മേടിച്ചത് ചാട്ടാണ്, സേവ് പൂരി എന്ന് പറഞ്ഞ ചാട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇനി സത്യം പറഞ്ഞാൽ വലിയ കാര്യമായിട്ട് വിശക്കാത്തതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചെങ്കിലും നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഇത്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ ഹോസ്റ്റലിലേക്ക് പോണ വഴിക്കൊരു വടയും ചായയും കുടിച്ചു റിഫ്രഷ്മെൻ്റായിട്ട്. ദെൻ അത് കഴിഞ്ഞ് വൈകുന്നേരം കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നേ.
പരിപാടിയൊക്കെ കഴിഞ്ഞു. നൈറ്റ് നമുക്ക് കഴിക്കാൻ നൂഡിൽസും പിന്നെ സാമ്പാർ സാദവും പിന്നെ തൈര് സാദം ഉണ്ടായിരുന്നു. ഞാൻ ഇതൊക്കെ കഴിച്ചിട്ടാണ് അത് എടുത്തത്. പക്ഷേ തൈര് സാദം ഞാൻ എടുത്തില്ല. മറ്റേ സാമ്പാർ സാദം കൊള്ളായിരുന്നു കേട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ദെൻ നമ്മൾ മാമിനെ കൊണ്ടാക്കാൻ പോവാണേ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ മാമിനെ ഹോസ്റ്റലിലാക്കി. വി ആർ ഗോയിങ് ടു അവർ ഹോസ്റ്റൽ മൈത്രി ഭവൻ. വേറെ റൂട്ടാണ്. ചിന്മയ ആദ്യമായിട്ടാണ് ഇത് കാണുന്നത്. സായി ഇവിടുത്തെ കുട്ടിയായതുകൊണ്ട് എല്ലാ വഴി അറിയാം. മെയിൻ ഗേറ്റിലേക്ക് പോകുന്നൊരു വഴിയാണ്. അപ്പൊ നമ്മളിനി ഈസി വേ പിടിക്കുവാണ്. ഈസി വേ പിടിച്ച് പക്ഷെ നമ്മൾ അമൃതേശ്വരി ഹാളിൽ നിന്ന് ഇവിടെ ഒരു അരമണിക്കൂർ എടുത്ത്. അടിപൊളിയാണ് ഗൈസ്. നിങ്ങൾ എപ്പോഴെങ്കിലും വരാൻ പറ്റുമെങ്കിൽ വരാം അമൃത കോയമ്പത്തൂര് അല്ലേ? അതെ അതെ, പഠിക്കാൻ വരാം, കാണാം. അപ്പൊ നിങ്ങൾക്ക് വൺ ടൈം ഒക്കെ കാണാൻ അടിപൊളി സ്ഥലമാണ്. ക്യാമ്പസ് നല്ല ക്യാൻറ്റീൻ, നല്ല ഫുഡ്. അപ്പം ചിക്കൻ ഒന്നും ഇല്ലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഇറങ്ങിയതും ചിക്കൻ. ഐ തിങ്ക് നമ്മുടെ കൊച്ചിയിൽ മാത്രമാണ് വെജ് ഉള്ളൂ, അതും നമ്മുടെ ബ്രഹ്മസ്ഥാനത്ത്. അത് അമ്പലം ഉള്ളതുകൊണ്ടാണ് ഗൈസ്. ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നോൺ അലവ് ആണ്. അമൃതപുരിയിലും അതെ. അതെ, ഇവിടെയും നോൺ അലവ് ആണ്. കോയമ്പത്തൂരും ഉണ്ട്, മൈസൂരുണ്ട്, എല്ലാം. അപ്പോൾ നിങ്ങളൊരു അമൃത സ്റ്റുഡൻ്റ് ആണെങ്കിൽ എന്തായാലും ഇന്റർ കോളേജ് ഫെസ്റ്റിവലിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പോൾ അമൃത കോയമ്പത്തൂരൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കിട്ടുന്ന ചാൻസ് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ, അമൃത കോയമ്പത്തൂർ മാത്രമല്ല, ഇപ്പൊ അമൃത വർഷം വന്നാൽ പറ്റുവാണെങ്കിൽ അമൃതപുരിയിലേക്ക് പോവാ. എന്താ അവിടെ പോയാലും ആക്ച്വലി വോളണ്ടിയറിങ് ഡ്യൂട്ടിയും ഇറ്റ്സ് ഹെക്ടിക് ആണെങ്കിലും ഇൻ ദി എൻഡ് ഇറ്റ്സ് ഫൺ ടു ബി ഓണസ്റ്റ്. എത്തിയാ നമ്മളിപ്പോ ഒരു ചെറിയ ഷോർട്ട് കട്ട് പിടിച്ചേക്കാം. ഞങ്ങളൊക്കെ ക്ലാസ്സിൽ പണ്ട് ലേറ്റ് ആവും. ശരിക്കും ഒരു ഫോറസ്റ്റ് ലൈറ്റ് ഇടേണ്ടി വരും. ബിക്കോസ് ഗൈസ് ഇവിടെ ലൈറ്റ് ഇല്ല. കോമഡി ഇട്ടാ എടാ, വല്ല കൊരങ്ങനുണ്ടെങ്കിൽ പോലും നമ്മൾ അറിയത്തില്ല. ഉണ്ടാവാറുണ്ട്, നമ്മുടെ ഹോസ്റ്റലിൽ എപ്പോഴും ഉണ്ടാവും. ഇതിൽ കൂടിയാണ് ഞാൻ ഒറ്റയ്ക്ക് വരാന്ന് പറഞ്ഞത്. ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഞാൻ വന്നത് നന്നായി കൂടെ. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ നമ്മുടെ ഹോസ്റ്റലിലെത്തി. എത്തുന്നു. സിമ്പിൾ ഡേ. നമ്മളെ സായി ഉള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു. സായി ഇസ് ദ എക്സ് സ്റ്റുഡൻറ് ഓഫ് അമൃത വിശ്വവിദ്യാപീഠം കോയമ്പത്തൂർ ക്യാമ്പസ്. സാഡ്ലി എൻ്റെ സാറന്മാരും ഇവിടെ ഇല്ല. സോ ഇറ്റ് വാസ് വെരി വേസ്റ്റ് ഇവിടെ വരുന്നത് എനിക്ക് വേണ്ടി പേഴ്സണലി. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് ഇവിടെ ഇല്ലാത്തതുകൊണ്ട്, ഫ്രണ്ട്സ് മാത്രമല്ല എൻ്റെ ക്ലാസ്മേറ്റ്സ് പോലും ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നല്ല ബോറടിയാണ്. അപ്പോൾ ആ ഒരു സങ്കടമുണ്ട്. എക്സ് ക്ലാസ്മേറ്റ്സ് മാസ് കോമിനെ നല്ലോണം മിസ് ചെയ്യുന്നു. നോട്ട് മീ. ഓക്കെ, അപ്പോൾ നമ്മളിതേ മൈത്രി ഭവൻ എത്തി. പിന്നെ നമ്മൾ ഹോസ്റ്റലിലെത്തി. നാളത്തെ പരിപാടി സ്ക്രിപ്റ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് നോക്കി. പിന്നെ ചേച്ചിയുടെ കുറച്ച് ഷോസ് നമുക്ക് കാണാം. വാ ഓടിയ ഓടിയ ഓടിയൻ ഗൈസ്, ഓടിയൻ എത്തിയിരിക്കുകയാണ് ഗൈസ്. നമ്മുടെ ഡാഡി ഗിരിച്ചുണ്ട് ബാക്കില്. ചുമന്നതല്ലേ ഉള്ളൂ, കമ്പിളിയില്ല. ഹേ ഗായ്സ്, അപ്പോൾ ഗുഡ് നൈറ്റ്. സീ യു ഇൻ ദ ഡേ 3 വ്ളോഗ്. ഇതെല്ലാം ചിലപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് ഒരു വീഡിയോ ആക്കാൻ നോക്കും. പക്ഷെ നിങ്ങൾക്ക് ഒരു അല്ല, സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കൊരു 10 മിനിറ്റിൽ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്നെ ബോറടിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മേ ബി ചിലപ്പോൾ ഇത് രണ്ടായിട്ട് ഇടാനും എനിക്ക് മടിയാണ്. കാരണം കുറേ വ്ളോഗ് ഇങ്ങനെ സെയിം സ്ഥലത്തിൻ്റെ വേണ്ടല്ലോ എന്ന് ഞാൻ വിചാരിച്ചു. ബട്ട് കൂടുതലാണെങ്കിൽ നിങ്ങൾക്കും അതൊരു സഫോക്കേഷൻ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് I am actually planning to make this as a 2 vlog. I don't know, it depends upon my mood and editing time. Happy anyway, see you guys tomorrow. ഇനി ഞാൻ പോയി കിടന്ന് ഉറങ്ങട്ടെ. It's time to sleep and see you guys tomorrow. എന്ത് പെട്ടെന്നാണ് രാവിലെ ആയത്. അപ്പോൾ പ്രഭാതം മക്കളെ, നമ്മൾക്കിന്ന് കഴിക്കാനായിട്ട് ബ്രെഡും പ്യുവർ ബട്ടറും പിന്നെ പഴവും. ഞാൻ ഇച്ചിരി പുട്ടും എടുത്തു. അവിടെ ചേച്ചി വേറെ എന്തൊക്കെ എടുത്തിട്ടുണ്ട്. ദെൻ ചായയൊക്കെ കുടിച്ചു. ദെൻ നമ്മുടെ 1 act ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്തിട്ടോ. Pretty obvious who might have done all of this. She knew your secrets as well. What secrets? Why are you getting so defensive? I'm not getting defensive. Yes, you are. Enough. We need to decide or we are all dead. She's a liar. അങ്ങനെ പ്രാക്ടീസൊക്കെ കഴിഞ്ഞ് നമ്മൾ ലഞ്ച് കഴിച്ചു. നമ്മൾ മെയിനായിട്ട് ഹോസ്റ്റലിൽ തന്നെയായിരുന്നു കേട്ടോ. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ഗീ റൈസും സലാഡും പിന്നെ വേറെ എന്തോ കറിയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയൊക്കെ എടുത്ത് കഴിച്ചു. ഇത് നമ്മുടെ അപ്പത്തേക്ക് 1 act പോകാനുള്ള ടൈമായി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ. ഒരു ബോഡിക്കോൺ ഡ്രസ്സാണ്. ഇത് കണ്ടിട്ട് മേരെ പിതാജി പറയുന്നു മത്സ്യകന്യകയെ പോലെ ഉണ്ടെന്ന്. ശരിയെന്നാ. ഹലോ, അപ്പോൾ ഇതെൻ്റെ ഡേ 3 ആണ്. ബട്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ഹറിബറിയിലാണ്. ബിക്കോസ് നമ്മുടെ എന്താ 1 act ഭയങ്കര കാറ്റ് 1 act തുടങ്ങാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതേ റെഡിയായി. അപ്പോൾ ഇന്ന് മോർണിംഗ് ഒന്നും ഞാൻ വലിയ കാര്യമായിട്ട് പുറത്തേക്കൊന്നും ഇറങ്ങില്ല. പ്രാക്ടീസൊക്കെ തന്നെയായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ക്യാമ്പസിൻ്റെ നമ്മൾ ഫുള്ളൊന്നും കണ്ടു തീർന്നിട്ടില്ല. ഒരു
ജസ്റ്റ് ഒരു 1% എന്തോ കണ്ടിട്ടുള്ളൂ നമ്മൾ. ഇനി കുറേ ഉണ്ട്, ബട്ട് ഐ ഡോണ്ട് നോ നമുക്ക് ഈ ഒരു ദിവസം കഴിഞ്ഞാൽ ഇനി കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല ഫുള്ളൊന്നും. എനിവേ ഞാൻ എടുത്തിരിക്കുന്ന വിഷ്വൽസൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കോയമ്പത്തൂർ ക്യാമ്പസിൻ്റെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. എനിവേ എങ്ങനെയുണ്ട് ഗൈസ് എന്നെ കാണാൻ? ബോഡിക്കോൺ ഡ്രസ്സൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. ആൻഡ് യാ, അപ്പോൾ വണ്ടാക്കിലേക്ക് പോവാണ്. എനിവേ മൈ ഫ്രണ്ട്സ് ആർ ഗെറ്റിംഗ് റെഡി. എനിവേ ഫൈൻ, അപ്പോൾ നമ്മൾ പോയിട്ട് വരാം. ഹേ ഗായ്സ്, അപ്പോൾ ദേ ഞങ്ങൾ ഇന്ന് ട്വിന്നിങ് ആണ്, ബട്ട് സായി ജീൻസ് ആണ്. ഐ എം എ ബോഡി കോൺട്രസ്. അപ്പോൾ നമ്മൾ പരിപാടിയിലേക്ക് പോവാണ്. ബെസ്റ്റ് ഓഫ് പ്രാക്ടീസ്. ഞങ്ങൾ ഒരു പ്രാക്ടീസേ ചെയ്തിട്ടുള്ളൂ. സത്യം, ഇവിടെ വന്നിട്ട് നമ്മൾ പ്രാക്ടീസേ ചെയ്തിട്ടില്ല മര്യാദയ്ക്ക്. കൊച്ചിയിൽ ചെയ്തതിൻ്റെ ഒരു ഇതിൽ നമ്മൾ ചെയ്യാൻ പോകുന്നു ഗൈസ്. ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടുമില്ല. അപ്പോൾ നമുക്ക് നോക്കാം എന്താവുമെന്ന്. എല്ലാം ഹോപ്സോ. അയ്യോ, കൈ ഇങ്ങനെ വെക്കാൻ പറ്റുന്നില്ലല്ലോ. ഹോപ്സോ, ഹോപ്പ് കളയണ്ട, നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ചെസ്റ്റ് നമ്പർ ചൂസ് എടുക്കാൻ പറ്റും 225. സോ വി ആർ ഗോയിങ് ടു സ്റ്റേജ്. എനിവേ ബൈ. കൊള്ളാലേ. ഈ നടന്നു പോകുന്നത് ആരാണ്? വേറെ ആരുമില്ല, ഞാൻ തന്നെ. ഹൈ ഗൈസ്, അപ്പോൾ ഇതിട്ടിട്ട് 2-3 റീൽസും ഫോട്ടോസൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചുവെങ്കിലും അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും നടന്നില്ല. പിന്നെ നമ്മൾ വണ്ണാപ്പിലേക്ക് തകർത്ത് അഭിനയിച്ചു. അങ്ങനെ വണ്ണാപ്പിലേക്ക് കഴിഞ്ഞു. ഹേ ലു, അങ്ങനെ നമ്മൾ വണ്ടാക്കിലേക്ക് കഴിഞ്ഞു. നല്ലോണം ചെയ്തു അല്ലേ ജി? ചെയ്തെന്ന് തോന്നുന്നു. ഞാനൊരു ഡയലോഗ് പറഞ്ഞു. ഗൈസ്, നമുക്ക് ഇടയ്ക്ക് നമ്മൾ സ്റ്റേജിൽ കയറുമ്പോൾ ഒരു നെർവസ്നെസ് ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നമ്മൾ അത്യാവശ്യം നമ്മുടെ നല്ലോണം ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ എന്തായാലും ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നമ്മുടെ വണ്ണാക്കിലെ ഇടാം. എനിവേ നമുക്ക് പ്രാക്ടീസ് കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് പ്രാക്ടീസ് ചെയ്യുമ്പോൾ സമയം കിട്ടി. തകർത്ത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ട് പറ, ഞാൻ ഇടാം. എനിവേ നമ്മളിനി ഇവിടെ വന്നിട്ട് നമ്മൾ 2-3 ഫോട്ടോ ഒക്കെ എടുക്കാം ഗൈസിൻ്റെ. നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഇനി പയ്യെ വാലിഡിറ്റി ഫംഗ്ഷൻ ആവാറായി. അത് കഴിഞ്ഞാൽ നമ്മൾ പയ്യെ നമ്മുടെ കൊച്ചിയിലേക്ക് പോവാണ് ഗൈസ്. ബൈ ബൈ കോയമ്പത്തൂർ. ഇവിടുത്തെ കുറേ സ്പോട്ട് ഇനിയും കാണാനുണ്ട് ഗൈസ് അല്ലേ? നമുക്കിനി എപ്പോൾ വരും? നമ്മളിനി നമ്മുടെ PG വരെ കഴിയാറായി. ഐ ഡോണ്ട് നോ ഗൈസ്, ബട്ട് എപ്പോഴെങ്കിലും നമ്മൾ വരും അഗെയിൻ ഇവിടെ. तेरे संग चैन भी मुझको तेरे संग बेकरारी है तेरे संग इश्क तारी है मचा करो ये मैं सुनो मिचो तेरा കൊച്ചി ക്യാമ്പ് അടിച്ചു മക്കളെ, അടിച്ചു. ഫസ്റ്റ് അടിച്ചു. വണ്ണാപ്പിലേക്ക് നമുക്ക് ഫസ്റ്റ് കിട്ടി. നമ്മൾ സോണലിലേക്ക് സെലക്ട് ആയി. ഐ എം സോ ഹാപ്പി. ഇതൊട്ടും എക്സ്പെക്ട് ചെയ്ത കാര്യമല്ല കേട്ടോ. അങ്ങനെ സ്റ്റേജിൽ പോയി പ്രൈസൊക്കെ മേടിച്ച് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് നമ്മൾ ഇറങ്ങി വന്നു. ആൻഡ് വി ആർ സോ ഹാപ്പി ഗൈസ്, വി ഗോട്ട് ഫസ്റ്റ് പ്രൈസ് ഗൈസ്. അങ്ങനെ നമുക്ക് വണ്ണാപ്പിലേക്ക് ഫസ്റ്റ് കിട്ടി ഗൈസ്. വി ആർ സോ ഹാപ്പി. നമ്മളിതൊന്നും എക്സ്പെക്ട് ചെയ്യാതെ വന്നതാണ്. പക്ഷേ ക്യാമ്പസ് കാണാനും ചുമ്മാ വന്നതാണ്. ആക്ച്വലി ഇതൊന്നും എക്സ്പെക്ട് ചെയ്തില്ല. പക്ഷേ ഇപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. നമ്മൾ സോണൽ ലെവൽ ഉണ്ടെന്ന് പോലും എനിക്കിതിൽ അറിയില്ലായിരുന്നു. പക്ഷെ നമ്മൾ സോണലിലേക്ക് സെലക്റ്റഡ് ആണ്. ഇനി എവിടെ, ചെന്നൈയോ ഡൽഹിയോ എവിടെയോ വെച്ചായിരിക്കും. സോ ദിസ് സൗത്ത് സോൺ അല്ലേ? അപ്പോൾ എവിടെയായിരിക്കും? അപ്പോൾ ഗൈസ് അത്രയേ ഉള്ളൂ. നമ്മൾ വണ്ണാക്കിലേക്ക് ഫസ്റ്റ് അടിച്ചിരിക്കുന്നു. എനിവേ നമ്മളിനി ബാക്ക് ടു കൊച്ചി. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ആ സന്തോഷത്തിൽ ഒരു റോസ് മിൽക്കും കുടിച്ചു. ഇവിടുത്തെ റോസ് മിൽക്ക് ട്രൈ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിരുന്നു. മസ്റ്റ് ട്രൈ സാധനമാണെന്നൊക്കെ. പക്ഷെ കൊള്ളായിരുന്നു കേട്ടോ. ഞാനൊരു റോസ് മിൽക്ക് ഫാനൊന്നുമല്ല, ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ റോസ് മിൽക്ക് കുടിച്ചു. നമ്മൾ ബാക്ക് ടു ഹോസ്റ്റൽ. കുറച്ച് ഫോട്ടോസ് എടുക്കണം, ലൈറ്റ് നോക്കിയിട്ട്. ഇല്ലെങ്കിൽ നമ്മൾ നേരെ പോകും, പാക്ക് ചെയ്യും. കൊച്ചി ക്യാമ്പസ് 9 മണിക്ക് വിടുന്നാ തോന്നുന്നത്. ഹേ ഗായ്സ്, നമ്മൾ നൈറ്റ് ലൈഫാണ് ഇപ്പോൾ. ലൈഫ് എന്നൊക്കെ നമ്മളിപ്പോൾ പാക്ക് ചെയ്യാൻ പോവുക ഗൈസ് ഹോസ്റ്റലിലേക്ക്. അപ്പോൾ ബൈ ബൈ കോയമ്പത്തൂർ. ഇനി നമുക്ക് വരാൻ പറ്റില്ലല്ലേ, ബിക്കോസ് നമ്മൾ PG ആണ്, ലാസ്റ്റ് ഇയർ ആണ്. ആൻഡ്
യാ നമ്മുടെ ഒരു കലോത്സവം വൈബല്ലേ. നമ്മുടെ ലാസ്റ്റ് ഒരു എന്താ പറയുക കലോത്സവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പരിപാടി ലാസ്റ്റ് ആയിരിക്കും. ബിക്കോസ് ഇത് കഴിഞ്ഞാൽ നമ്മൾ പലരും വർക്കിനാറും ആൻഡ് നമ്മൾക്ക് സമയമില്ല ഇനി ഒന്നിനും. അപ്പോൾ ഈ ഒരു 3 days ശരിക്കും പറഞ്ഞാൽ അടിപൊളി ഡേയ്സ് ആയിരുന്നു, രസമായിരുന്നു. അപ്പോൾ ശരി, ഞങ്ങൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് നമ്മുടെ കൊച്ചിയിലേക്ക് പോട്ടെ ഗൈസ്. സീ യു, ബൈ ബൈ. സോ നമുക്ക് പാക്ക് ചെയ്ത് കൊച്ചിയിൽ പോകാം ഗൈസ്. അപ്പോൾ ഈ 3 ദിവസം കിടുവായിരുന്നു. എനിവേ, ഐ ഹോപ്പ് യു ഓൾ ലൈക്ക് മൈ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, ലവ് യു ഓൾ ഗൈസ്. എങ്ങനെയുണ്ടായിരുന്നു 3 ദിവസം? 3 ദിവസം സൂപ്പർ ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. ക്യാമ്പസ് ഇസ് റിയലി ബിഗ്, വെരി എസ്തെറ്റിക് ആണ്. നമ്മൾ നമ്മുടെ കോളേജിൽ കിട്ടാത്ത ക്യാമ്പസ് ലൈഫ് 3 ദിവസം കൊണ്ട് ഇവിടെ ജീവിച്ചിട്ടുണ്ട്. ഒരു ബൈ ഗൈസ്, ബൈ ഗൈസ്, ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ഹേ ഗൈസ്, അപ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് കുട്ടികളാണ് ഇതൊക്കെ. ഹായ്. ഹേ, അപ്പോൾ നമ്മൾ ചെക്കൗട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ ഇപ്പോൾ കൊച്ചി പോവാണ് ഗൈസ്. തിരിച്ചു പോവാണ്. ഈ 3 ദിവസം അടിപൊളിയായിരുന്നു. ബൈ ഗൈസ്, സബ്സ്ക്രൈബ് കറോ. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ ഇരുട്ടത്തെ കൂടെ നടക്കുന്നതുകൊണ്ട് നമുക്ക് ഒന്നും കാണാൻ പറ്റുള്ളൂ സത്യം പറഞ്ഞു. അതെ, നീ വെളിച്ചം മാത്രം, മടവില്ലേ. Got